ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുകിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ആഴ്ച ഇവിടെ ഹാലോവീൻ വരുവാണ്. ഇവിടെ എപ്പോഴും ഓരോ മാസവും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ എപ്പോഴും ഉണ്ട്. ന്യൂ ഇയർ കഴിഞ്ഞാൽ ഉടനെ വാലന്റൈൻസ് ഡേ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പ്രസിഡൻസ് ഡേ, ലേബർ ഡേ, മാർട്ടിൻ ലൂതർ കിങ് ഡേ, വെറ്ററൻസ് ഡേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ ഡേയ്സ് എപ്പോഴും ഉണ്ട് ഇവർക്ക്. ഇവരെപ്പോഴും ജീവിതം ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ നിമിഷവും വളരെ ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളായിട്ട് ജീവിതം കൊണ്ടുപോകണം. ഭൂമിയിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ചെറിയ സമയം അത് മാക്സിമം ഏറ്റവും നന്നായിട്ട് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, അല്ലെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ടെക്നിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ. അവർ ബന്ധങ്ങളാണെങ്കിലും അങ്ങനെ ഈ നമുക്ക് സന്തോഷം തരാത്ത ബന്ധങ്ങളൊന്നും അവർ അത് വെച്ചുകൊണ്ടിരിക്കുവോ ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ അന്നേരം അർത്ഥം മുറിച്ച് മാറ്റി കളഞ്ഞിട്ട് അടുത്ത എവിടെയെങ്കിലും നമുക്ക് സന്തോഷം കിട്ടുന്ന അടുത്ത ബന്ധങ്ങൾ അവർ കണ്ടുപിടിച്ച് കഴിയും. അങ്ങനെയാണ് അവരുടെ ജീവിതം. അപ്പം ഈ ഹലോവീനും ഇങ്ങനെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ഋതുഭേദങ്ങൾ, അത് ഭയങ്കര രസമാണ് ഇവിടെ അത് കാണാനായിട്ട്. അപ്പം ഞാൻ ഓർത്തു നമ്മുടെ ഈ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇത് ഹാലോവീൻ്റെയൊക്കെ ഒരാഴ്ചയാണല്ലോ. അപ്പം സമ്മർ എന്ന് പറയുമ്പം സമ്മറിൻ്റെ മുമ്പിൽ തന്നെ സ്പ്രിങ് വരുന്നു. തണുപ്പ് കഴിഞ്ഞ് ആദ്യം പിന്നെ സ്പ്രിങ് എന്നൊക്കെ പറയുമ്പോഴേ പൂക്കളൊക്കെ ഇങ്ങനെ സ്വിച്ചിട്ട പോലെ ഇങ്ങനെ പൊങ്ങി വരുമെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ പൂക്കളെല്ലാം എല്ലായിടത്തും നമുക്ക് പൂക്കൾ കാണാം. പിന്നെ നഴ്സറികളിൽ നിന്നൊക്കെ എല്ലാവരും പൂക്കളൊക്കെ കൊണ്ടുവന്ന് ചെടികളൊക്കെ വെച്ച് നട്ടുപിടിപ്പിക്കുന്നു. അങ്ങനെ തണുപ്പ് കഴിഞ്ഞ് ഒരു നല്ല ഒരു സന്തോഷം, അത്രയും നാളും തണുത്തുറഞ്ഞ് ഇങ്ങനെ പ്രത്യാശ കിട്ടിയിരുന്ന ഒരു സമയത്ത് നിന്ന് ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ പോലെ പൂക്കൾ വരുന്നു. പൂക്കളെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണല്ലോ, അതാണ് സ്പ്രിങ്. പിന്നെ സമ്മർ വരുമ്പോൾ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് എന്ന് പറയുന്നതാണല്ലോ നമുക്ക് ഏറ്റവും സൂര്യൻ്റെ ആ പ്രകാശം, അതുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശമുള്ള സമയം എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളന്നേരം നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ഉടുപ്പുകളൊക്കെ ഇട്ട് പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, ഇഷ്ടം പോലെ നമുക്ക് വെളിയിൽ കൂടെ എവിടെ വേണമെങ്കിലും നടക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു സന്തോഷം, അതാണ് എനിക്ക് തോന്നുന്നത് സമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഹോളിഡേയ്സിനൊക്കെ എല്ലാം പോകുന്ന സമ്മർ മാസങ്ങളിലാണ്. പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന നേരം എല്ലാം കൊണ്ട്. അത് കഴിഞ്ഞ് സമ്മറിൽ ആ പച്ചച്ച് നിൽക്കുന്ന മരങ്ങളും ഇലകളും ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പതുക്കെ ഒരു ട്രാൻസിഷൻ, ആ സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക് കയറുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ ഇലകളുടെ നിറങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി ചുവപ്പ്, മഞ്ഞ, റസ്റ്റ് കളർ, അങ്ങനെയൊക്കെ ഇങ്ങനെ ആ പച്ച കളർ മാറി മാറി അങ്ങനത്തെ നിറത്തിലോട്ട് ഇലകളെല്ലാം കൂടെ അങ്ങനെ ഒരു പ്രത്യേക അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ ചുവപ്പ്, മഞ്ഞ, റസ്റ്റ് കളർ, അതിൽ ഇലകളിങ്ങനെ അതുകരത്തിലുള്ള മരങ്ങളിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കും. നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ വഴിയുടെ സൈഡുകളിലൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഭയങ്കര ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീസൺ ഫോൾ സീസണാണ്. ഭയങ്കര രസമാണ് അത് കാണാൻ. നമ്മളൊരു അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ സ്വർഗത്തിലോ എന്നൊക്കെ തോന്നുന്നൊരു സന്തോഷം വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ആ ഇലകളൊക്കെ കൊഴിഞ്ഞ് താഴേക്ക് വീഴുന്ന ഇലകൾ, കൊഴിഞ്ഞ് വീണ് കിടക്കുന്ന ഇലകൾ, അത് തണുപ്പിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ ആ കൊഴിഞ്ഞ് വീഴുന്ന ഇലകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സങ്കടം, ഒരു നഷ്ടബോധം, എന്തോ ഒരു നൊമ്പരം വരുന്ന ഒരു സമയമാണ് ആ ഇലകളെല്ലാം വീണ് കിടക്കുന്ന ആ ഒരു സമയം. അപ്പം ഇപ്പോൾ വിൻ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ഒരു സമയത്താണ് ഹാലോവീൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന ചില പ്രത്യേക പൂക്കളുണ്ട്. സ്പ്രിങ്ങിലെ പൂക്കളൊക്കെ പോയിട്ട് ഒരു വിൻ്റർ തുടങ്ങുന്നു എന്ന് നമ്മളെ അറിയിക്കുന്നത് ഈ പുറകെ നിൽക്കുന്ന ആ മഞ്ഞപ്പൂക്കൾ, അതിനോട് ചേർന്ന് റസ്റ്റ് കളറുള്ള പൂക്കൾ, അതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. അതായിരുന്നു ഇവിടെ നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ട് ഇപ്പോൾ ഈ മഞ്ഞപ്പൂക്കളാണ് കൂടുതൽ. അതുപോലെ ഈ മരത്തിൻ്റെ കീഴിൽ ഒരു പിങ്ക് കളറുള്ള പൂക്കൾ നിൽപ്പുണ്ട്. അങ്ങനത്തെയുള്ള അതാ തണുപ്പ് തുടങ്ങുമ്പോഴേ അത് ബെല്ലടിച്ച് സ്വിച്ച് ഇട്ട പോലെ അത് ഉടനെ വന്നു കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം തണുപ്പ് ഇപ്പം ചെറിയൊരു തണുപ്പുണ്ട്. നല്ല AC വെതറാണ്. ഇപ്പം സ്വെറ്ററൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നൊരു ക്ലൗഡിയും കൂടെയാണ്. രാവിലെയും ഇന്നലെയൊക്കെ മഴയായിരുന്നു. ആ മഴ ഇനിയും പെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ വിൻ്ററിലോട്ട് കയറുന്നതിന് മുമ്പുള്ള കാലാവസ്ഥ ചേഞ്ചിന് മുമ്പാണ് ഈ മഴ പെയ്യുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് തുടങ്ങും. പിന്നെ നമുക്കിവിടെ എപ്പോഴും ഇങ്ങനെ ഐസൊക്കെ വീണ് കിടക്കുന്ന അങ്ങനെ എപ്പോഴും അങ്ങനെയില്ല. വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വിൻ്ററിൽ 3-4 പ്രാവശ്യം ചിലപ്പോൾ ഐസും മഞ്ഞും ഒക്കെ വീണ് കിടക്കും. അന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷെ അത് ഒത്തിരി ദിവസത്തേക്കൊന്നുമില്ല. ഒരു ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. പക്ഷേ തണുപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ഒരു വിഷമമാണ്. എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ്റെ ഒക്കെ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർക്കൊക്കെ അതൊരു പീക്കിൽ പോകുന്ന ഒരു സമയമാണ് ഈ വിൻ്റർ അല്ലെങ്കിൽ ഐസ്, മഞ്ഞ്, അങ്ങനെ ഒരു കാലം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഓരോരോ
ആഘോഷങ്ങളാണ് അവർക്ക്. അപ്പോൾ ഈ ഹാലോവീൻ വരുമ്പോഴേക്കും എല്ലാ വീടുകളുടെ മുമ്പിലും എല്ലാം ഡെക്കറേറ്റ് ചെയ്യും. ഈവൻ അവരുടെ ഒരു വീടിന് മുമ്പിലുള്ള ലാൻഡ്സ്കേപ്പ്, ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് ഉണ്ടല്ലോ വീടിന് വെളിയിലും അകത്തുമൊക്കെ ആണെങ്കിൽ അതിനെ ഏറ്റവും മനോഹരമായിട്ട് വെക്കുന്ന അവരുടെ ആ ഒരു കഴിവ്, ജീവിതത്തിലെ അവരുടെ ആ ഒരു ബ്രൈറ്റ്ഫുള്ളായിട്ട് ഓരോ ദിവസവും എങ്ങനെ ഏറ്റവും കളർഫുള്ളായിട്ട് കൊണ്ടുപോകാമെന്നുള്ള അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള അവരുടെ ഒരു കഴിവ്, അത് നമുക്ക് എവിടെ നോക്കിയാലും ഇപ്പം നമുക്കത് കാണാം. അതുപോലെ വാൾമാർട്ടിൽ, കോൾസിൽ, കോസ്കോയിൽ, ഇങ്ങനെ പല പല കടകളിൽ ചെല്ലുമ്പോഴെല്ലാം ഇപ്പം മത്തങ്ങ സീസണാണ്. മത്തങ്ങ വാരം എന്ന് പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും മത്തങ്ങകളാണ്. അതുകൂടാതെ ഈ ക്യാൻഡി ഒത്തിരി, പിന്നെ കൽക്കണ്ട മലയെ എന്ന് പറഞ്ഞാൽ മുട്ടായി മലകളാണ് എല്ലാ. കോസ്കോയിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ മല കുന്നുകൂട്ടിയിട്ടേക്കുന്ന പോലെ ക്യാൻഡി ചോക്ലേറ്റ്സ് ആണ്. കാരണം ഈ ഹാലോവീൻ വരുമ്പം ഈ പിള്ളേർ ട്രിക്ക് ഓർ ട്രീറ്റ് എന്നും പറഞ്ഞ് അവർ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള അങ്ങനത്തെ പ്രത്യേക സൈസ് കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ഹാലോവീൻ കോസ്റ്റ്യൂമുണ്ട്. അതൊക്കെ ഇട്ട് എല്ലാ വീടുകളും കൂടെ ചെന്ന് അന്ന് വൈകുന്നേരം വീടുകൾക്ക് ചെന്ന് മുട്ടായി വാങ്ങിക്കാനൊക്കെ ആയിട്ട് ചെല്ലും. അപ്പം കുറച്ച് പേര് നമ്മളെപ്പോലെയുള്ള ഇന്ത്യക്കാരൊക്കെ അവരൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പോഴേ കൃത്യമായിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിടും. അപ്പോൾ ഈ വീട്ടിലോട്ട് ചെന്നിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം, അവരങ്ങോട്ട് വരത്തില്ല. പക്ഷേ അങ്ങനെ പിള്ളേർ വരുമ്പം ഒത്തിരി ക്യാൻഡിയൊക്കെ മേടിച്ച് വെച്ച് എടുത്ത് കൊടുക്കുന്ന ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ അങ്ങനത്തെ അത് പിന്നെ എല്ലാ വീടുകളുടെ മുമ്പിൽ കുറേ ചലിക്കുന്ന അസ്ഥിമഞ്ജരങ്ങൾ എന്ന് പറഞ്ഞ പോലെ അവർ കുറേ ആത്മാവുകളെ ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളും നവംബർ 1 മരിച്ച വിശ്വാസികളുടെ ദിവസം ആത്മാവുകളെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമൊക്കെ ആണെങ്കിലും ഇവർ വേറൊരു രീതിയിലാണ് അതിനെ കാണുന്നതൊക്കെ. എല്ലാം നമ്മളൊക്കെ അസ്ഥിപഞ്ജരങ്ങളൊക്കെ കാണുമ്പോൾ ഓടും, ഇവരതിനെയൊക്കെ എല്ലാ വീടുകളുടെ മുമ്പിൽ വെച്ച് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. അങ്ങനെ കുറേ അങ്ങനെയൊക്കെ. പിന്നെ വിൻ്റർ ആവുന്നു, വിൻ്റർ കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്പ്രിങ് വരുന്നു. അങ്ങനെ ജീവിതമാവുന്ന നമ്മുടെ ആ ഒരു പുസ്തകം, ഒരു ഇങ്ങനെ ഓരോ സീസണനുസരിച്ച് ഇലകൾ വരുന്നു, പൂക്കൾ വരുന്നു, കൊഴിയുന്നു, തുടരുന്നു, അകലുന്നു. അങ്ങനെ നമ്മുടെ ജീവിതവും ഇങ്ങനെ ഓരോ വിൻ്റർ കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഹാലോവീൻ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുക. അപ്പം വീണ്ടും അടുത്ത ഹാലോവീൻ വന്നു. ഇനി താങ്ക്സ് ഗിവിങ് വരും. താങ്ക്സ് ഗിവിങ് ആണ് ഇവരുടെ ഏറ്റവും വലിയൊരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ. അന്നത്തെ വർഷം ദൈവം തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവർ കുടുംബാംഗങ്ങളെല്ലാം എല്ലായിടത്തുനിന്നും വരും, ഒരുമിച്ചിരുന്ന് വീടിൻ്റെ അകത്തിരുന്ന്. പക്ഷേ വെളിയിലൊന്നും ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്, ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. എത്ര ആഘോഷമാണേലും ഒരു പടക്കം പൊട്ടിക്കുന്ന ഒച്ചയോ അല്ലെ ആൾക്കാർ ഒത്തിരി ഒച്ചയിടുന്നു. ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് അതൊക്കെ ഒരു വലിയൊരു നിശബ്ദതയിലോട്ട് ഒരു ഇങ്ങനെ എൻ്റെ ശബ്ദം ഇങ്ങനെ അലയടിക്കുവാണ്. ഇവിടെ വണ്ടികൾ പോലും പോകുന്നത് കാറ്റ് ഒഴുകി പോകുന്ന പോലെ ശബ്ദമൊന്നും കേൾക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആഘോഷങ്ങളാണെങ്കിലും അവരൊത്തിരി ഇങ്ങനെ വെളിയിലിറങ്ങി ഒത്തിരി ഒച്ചപ്പാടിടുവോ ബഹളമിടുവോ എന്നൊരു വീടിൻ്റെ അകത്താണ് അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈവൻ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമ്പോഴും എല്ലാ വീടുകളിലും അവരിങ്ങനെ ജൂലൈ 4th ഇങ്ങനെ പടക്കം പൊട്ടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ അവർ ഒരു പർട്ടിക്കുലർ സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡൗൺ ടൗണിൽ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ പല ചില സ്ഥലങ്ങളുണ്ട്. അവിടെ അവർ ഇങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ വെക്കും. അവിടെ എല്ലാവരും കൂടെ പോയിരുന്ന് കസേരയൊക്കെ ഇട്ടിരുന്ന് എല്ലാവരും കാണും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും ജീവിതത്തിൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കതിന് ഒത്തിരി ഒരു വ്യത്യാസമാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കതിന് പറ്റിയ കുടുംബ ബന്ധങ്ങൾ വേണം, അതിന് പറ്റിയ ഫ്രണ്ട്സ് വേണം, അതിന് പറ്റിയ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഈ ഒരു വയലാറിൻ്റെ പാട്ട് പോലെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പറയുന്ന ഒരു മനോഹര തീരം തന്നെയാണ്. പക്ഷേ അത് അനുഭവിക്കാനും നമുക്കൊരു ഭാഗ്യം വേണം. നമ്മളിവിടെ വന്നെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് എല്ലാവർക്കും ഒന്നും പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കണ്ട ചേഞ്ചസും നമ്മൾ കാണുന്ന ഈ വിശേഷങ്ങളും ഒക്കെ ഇനിയും ഒത്തിരി നിങ്ങളോട് പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ വീഡിയോ പിടിച്ചിടാനും ഒക്കെയുള്ള എനിക്ക് അതിനൊക്കെയുള്ള എൻ്റെ പരിമിതികൾ മൂലം ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാനടുത്ത് വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ച് വേണമല്ലോ നമ്മുടെ എപ്പിസോഡിന്. ഇപ്പം നല്ല മഴ വരുന്നുണ്ട്, നല്ല AC വെതറാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട്. സ്വെറ്ററൊക്കെ ഇടാൻ അകത്ത് ഓടിപ്പോയി ഒരു സ്വെറ്റർ ഇടണം ഇപ്പം. അപ്പം എൻ്റെ ഈ ഹാലോവീൻ താങ്ക്സ് ഗിവിങ് അതെല്ലാം ഈ ഋതുഭേദങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്യാൻ ഞാൻ ഓർക്ക്. ഈ അസ്ഥിപഞ്ജരങ്ങളൊക്കെ കൂടി ഓരോ വീടുകളിലും ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു പാട്ട് ഇപ്പം എൻ്റെ പുതുമഴയായി വന്നു നീ ആ പാട്ട് അറിയാതെ ഓർമ്മ വരുവാണ്. അപ്പം എല്ലാവർക്കും ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ജീവിതം ഒരു സെലിബ്രേഷനാക്കി മാറ്റാനായിട്ട് ഈവൻ നമ്മൾ ഏത് രാജ്യത്താണേലും ഏത് സിറ്റുവേഷനിലാണേലും അവിടെയെല്ലാം നമ്മുടേതായ സന്തോഷങ്ങൾ കണ്ടുപിടിക്കാനും നമ്മുടേതായ രീതിയിൽ ജീവിതം ഏറ്റവും ബ്യൂട്ടിഫുള്ളാക്കി മാറ്റാനും ഒക്കെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ
ഈ ദൈവം തന്നിരിക്കുന്ന ചെറിയൊരു സമയം ഈ ഭൂമിയിൽ അത് ഏറ്റവും അടിച്ചു പൊളിച്ച് ഏറ്റവും സന്തോഷമായിട്ടിരിക്കാൻ എല്ലാവർക്കും ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ഒക്കെ ചെയ്യുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ.